ഹായ് ഹലോ എല്ലാവർക്കും കിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസിന്റെ ഡേ 6 ആണ്. ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഭീമ. വിജയ് എന്നത് അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ഇനമാണ്. മറ്റു കുരുമുളക് ഇനങ്ങളോട് നമുക്ക് പരിചയപ്പെടാം. ശ്രീകര, ശുഭകര, കരിമുണ്ടൻ. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടാ? പന്നിയൂർ, കണ്ണൂർ. അപ്പോൾ പന്നിയൂർ 1, 2, 3, 4 അങ്ങനെ ഒരു 9 വരെയുള്ള സീരീസും കുരുമുളകിന്റെ വെറൈറ്റി ആണെന്ന കാര്യം നമുക്ക് ഓർക്കാവല്ലോ. എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. തക്കാളി ഇനങ്ങളാണ് ശക്തി, മുക്തി, മനുപ്രഭ, അനഘ എന്നിവ. അതുപോലെ മുളക് ഇനങ്ങളാണ് ജ്വാലാമുഖി, ഉജ്ജ്വല, വെള്ളായണി, അതുല്യ. അതുപോലെ തന്നെ പയർ ഇനങ്ങളാണ് ലോല, മാലിക. പാവയ്ക്ക ഇനങ്ങളാണ് പ്രിയ, പ്രിയങ്ക. എങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. അന്നപൂർണ, പവിത്ര, ജ്യോതി എന്നിവ ഏത് തരം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ന്യൂട്രോഫില്ലുകൾ എന്നത് ശ്വേത രക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഭാഗമാണ്. അണുബാധകളെ തടയാൻ ഇത് സഹായിക്കുന്നു. ഒഡന്റോബ്ലാസ്റ്റുകൾ എന്നത് പല്ലിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശങ്ങളാണ്. ഒഡന്റോളജി എന്നത് പല്ലുമായി ബന്ധപ്പെട്ട പഠനമാണ്. അടുത്തത് കോൺഡ്രോസൈറ്റുകൾ എന്നത് തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജിന്റെ ഭാഗമായിട്ടുള്ള കോശങ്ങളാണെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, വൈറ്റമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിച്ചു വായിക്കുക. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബെറിബെറി. അതുപോലെ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്നത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ്. അടുത്ത ചോദ്യം, നാത്തുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ സിക്കിം. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് റോഹ്തങ്, ബാരാലാച്ചില, ഷിപ്കില എന്നിവ. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് സോജില, ബനിഹൽ, പിർപ്പാഞ്ചൽ എന്നിവ. അതുപോലെ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് മനാ പാസ്, ലിപ്പു ലേക്ക്, നീതി പാസ് എന്നിവ. അടുത്ത ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 1924 സർവമത സമ്മേളനം നടക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആയിരുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തുന്നത് 1888 അതുപോലെ 1903 മെയ് 15 SNDP രൂപീകരിക്കുന്നത്. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ഇദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി. 1914. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1974. അതിന്റെ പ്രധാന നേതാവ് TK മാധവനാണ്. അടുത്ത ചോദ്യം, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ഉത്തരം ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. ബാക്കിയുള്ള ഓപ്ഷൻസിലെ കോളറ, ടൈഫോയിഡ്, എലിപ്പനി എന്നിവയെല്ലാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. പക്ഷേ ഇവയെല്ലാം ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്കൊരു കോഡിലൂടെ പഠിക്കാം. ഇതെല്ലാവരും കേട്ടിട്ടുള്ള കോഡായിരിക്കും. LDC പരീക്ഷ താജ് ഹോട്ടലിൽ. L എന്ന് പറയുന്നത് എന്തുവാ? ലെപ്റ്റോസ്പൈറസിസ് എലിപ്പനി. D ഡിസെൻട്രി വയറിളക്കം. C കോളറ പരീക്ഷയുടെ പോളിയോ. താജിന്റെ T ടൈഫോയിഡ്. A അമീബിയാസിസ് അഥവാ വയറുകടി. J ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഹോട്ടലിന്റെ H ഹെപ്പാറ്റിറ്റിസ് എയും ഇയുമാണ് ജലത്തിലൂടെ പകരുന്നത്. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ.
ഇന്ത്യയില് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉഷ്ണമേഖല അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അവസാനത്തെ ചോദ്യം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ജലം. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത സീരീസുമായി കാണുന്നവരെ ബൈ.